ഞാൻ ചെയ്തെടുത്താൽ ഹാൻഡ് എംബ്രോയ്ഡറി ഡിസൈനാണിത്. അത് ട്യൂബ് ബീഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തത്. ബ്ലാക്ക് ആഷ് കളറിൽ, ബ്ലാക്ക് അല്ല, ഒരു ആഷ് കളറിലെ ഷൈനിങ്ങുള്ള ട്യൂബ് ബീഡ്സാണ്. സ്ക്വയർ ചെയ്തെടുത്തത്. അപ്പം ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യുക എന്നുള്ള വിധം ഞാൻ കാണിച്ചു തരാം. ഒരു ഹാൻഡ് എംബ്രോയ്ഡറി ഡിസൈൻ ചെയ്യുന്ന ഒരു സ്ക്വയർ നെക്കിൻ്റെ ഒരു ഡിസൈനാണ്. അപ്പോൾ ആദ്യം ഉള്ളിലുള്ള സ്ക്വയർ ചെയ്തെടുക്കുക. ഉള്ളിലുള്ള സ്ക്വയർ വരച്ചത് കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. ഇവിടെ കുറച്ച് നൂല് വരുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് സ്റ്റെം സ്റ്റിച്ചിലാണ് എല്ലാ ഡിസൈനും ചെയ്തെടുക്കാറ്. അപ്പോൾ ഇതും ഇതേമാതിരി തന്നെ സ്റ്റെമ്മിൽ ചെയ്തെടുക്കുക. ഒരു ലൈന് ഫുള്ളായിട്ട് സ്റ്റെമ്മിൽ ചെയ്തെടുക്കണം. ഉണ്ടോ? ഓരോരുത്തരും നൂല് ചെയ്യുന്ന വിധം വ്യത്യാസമാണ്. ഞാനിതാ ഈ സ്റ്റെമ്മിൽ തന്നെ ചെയ്തെടുക്കുന്നു. കാണുന്നുണ്ട്. ക്യാമറ അങ്ങോട്ട് വെച്ച് പോയി. അതേമാതിരി ഈ സ്ക്വയർ മുഴുവൻ ചെയ്തെടുക്കുക. ഉണ്ടോ? ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതേമാതിരി ഞാൻ സ്റ്റെം സ്റ്റിച്ചിൽ ചെയ്തെടുത്തുകൊണ്ട് ഒരു സ്ക്വയർ ചെയ്തെടുത്ത് ഇവിടെ കയറിപ്പോയി. ഇനി അപ്പം അതിന് അടുത്ത് ചെയ്യുന്നത് ഇതേമാതിരിയുള്ള ഈ കളറുള്ള കാണുന്നില്ലേ, ഇതേമാതിരി ഡാഷ് കളറുള്ള ട്യൂബ് മുത്താണ്. കണ്ടോ? ഈ ട്യൂബ് മുത്ത് ഇതിനെ കൊണ്ടൊരു വർക്ക് ചെയ്യുക. അപ്പോൾ എന്താ, ഞാൻ സൂചി കോർത്ത് വെച്ചിട്ടുണ്ട്, കറുപ്പ് സൂചി നൂലിട്ടിട്ട്. അപ്പോൾ ഇവിടെ ചെയ്തെടുക്കും. ട്യൂബ് മുത്ത് അതിനെക്കൊണ്ട് ചെറുതായതിനെക്കൊണ്ട് കാണാൻ കഴിയണം. കറുപ്പ് ദൂരമുള്ള കാണിച്ചത് എന്താ വെച്ചാൽ കറുപ്പ് കളറുള്ള ട്യൂബ് മുത്താണല്ലോ. ഇതിനുള്ളിൽ കൂടെ കവർത്തിട്ട് ഓരോ വിധത്തിൽ തുന്നി പിടിപ്പിച്ച് അങ്ങനെ ചെയ്ത് കൊടുക്കുക. ചെറിയ ലെയറിൽ ഓരോ ഭാഗത്തായിട്ട് തുന്നി പിടിപ്പിച്ചെടുക്കുക. അപ്പോൾ ഒരു ഡിസൈൻ മാതിരി വരും. ഇതാണ് അടുപ്പിച്ചടുപ്പിച്ച് തുന്നി കൊടുത്താൽ ഏതൊക്കെ ഡിസൈൻ തിരിച്ചും മറിച്ചും ഒക്കെ തുന്നി കൊടുക്കും. അപ്പോൾ ഒരു ഇതിൽ ഒരു അവസാനം ഡിസൈനായിട്ട് വരും. ഇതിനൊക്കെ ഡിസൈനിൻ്റെ തയ്ച്ച് കൊടുക്കുക. ഇതുവരെ തയ്ച്ചിട്ട് കാണിച്ചു തരാം. അത് ഓരോന്നായിട്ട് ചെയ്ത് പിന്നെ ഈ ഭാഗം തയ്ക്കുക, പിന്നെ ഈ ഭാഗം ഇതുവരെ തയ്ച്ചിട്ട് കാണിച്ചു തരാം. അതേമാതിരി ഞാൻ തയ്ച്ചെടുത്തുകൊണ്ട്
ഇതേമാതിരി ഈ സ്ട്രെസ് ഈ വലുപ്പ വ്യത്യാസം വരാൻ പാടില്ല. ഈ ഇതിങ്ങനെ ഇതേ സ്ക്വയറിൽ ഇതുവരെ തയ്ച്ചെടുക്കുക, ഓരോന്ന് മുത്തായിട്ട്. അതേ മുത്തന്നെ ആ ട്യൂബ് മുത്തന്നെ തയ്ച്ചെടുക്കുക. ഇതേമാതിരി ഈ ലൈനിൽ ഇങ്ങനെ ഇതുവരെ തയ്ച്ചെടുത്തുകൊണ്ട് ഓരോ കളറിൽ അതേമാതിരി ഞാൻ ഈ സൈഡ് ഇവിടെ ഈ കോർണർ അങ്ങനെ അഴിച്ചെടുക്കണം. എന്നിട്ട് അപ്പോൾ അതൊരു നെക്ക് ഡിസൈനായി വരുന്നുണ്ട്. അടുത്ത് ചെയ്ത് കാണിച്ചില്ല. ഈ ഇതിൻ്റെ നെക്കിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞ് നെക്കിൽ കാണാൻ അതേമാതിരി ഉണ്ട്.